നാട്ടിലൊരു പെണ്ണ് പ്രസവിക്കാൻ നിൽക്കുകയാണെങ്കിൽ പ്രസവിക്കാൻ എടുത്ത ഇല പ്രസവിച്ചു. എന്നാലേ നാട്ടിലെ പള്ളിയിൽ നല്ല ഉസ്താദ് ഉണ്ട്, അള്ളാഹു നമ്മുടെ ഉസ്താദിന് ബറക്കത്ത് ചെയ്യട്ടെ. നാട്ടിൽ നല്ല സയ്യിദ് ഉണ്ട്, ആ സയ്യിദിന്റെ അടുക്കൽ പോയിട്ട് ചെറിയ സാധനം ചവച്ചിട്ട് കുട്ടിന്റെ വായിൽ വെച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ മതി. പറ്റുമെങ്കിൽ അത് വേണം. നല്ല ആളുകൾ അത് ചെയ്യണം. ചില സ്ഥലത്തൊക്കെ വലിയ പ്രശ്നം. ചില സ്ഥലത്ത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ മാമൂലുകൾ കൊണ്ട് കളിയാ. പുതിയാപ്പിളന്റെ ആളുകളെ തൊട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടിക്ക് ഇറങ്ങൂല എന്നുള്ളൊരു ധാരണ ഉണ്ട് ഞങ്ങളൊക്കെ നാട്ടില്. പുതിയാപ്പിളാന്ന് മനസ്സിലാവൂലേ? പെണ്ണിന്റെ ഭർത്താവു. അപ്പൊ ഈ കുട്ടിന്റെ ബാപ്പന്റെ കുടുംബക്കാരെ തൊട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഏത് ബാപ്പ? നല്ല ദിനേശ് വീടി വലിക്കുന്ന ബാപ്പ. നിങ്ങളുടെ നാട്ടിൽ വേറെ ഭാരത് വീടി അത് വലിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ഒരാള്, അയാൾ എന്നെ തൊട്ടു കൊടുക്കണമെന്ന് നമുക്ക് നിർബന്ധമാണ് സഹോദര. അങ്ങനെ തൊട്ടുകൊടുക്കുന്ന ഉപ്പാന്റെ മകൻ നല്ല കഞ്ചാവും ബ്രൗൺ ഷുഗറും അടിക്കുന്ന മകൻ തിരിച്ചു വരും. കൊടുക്കുന്നതാ കിട്ടുക. വീടി വലിച്ചിട്ട് തൊട്ടുകൊടുത്താൽ സിഗരറ്റ് വലിക്കുന്ന മോനുണ്ടോ? സിഗരറ്റ് വലിക്കുന്ന തൊട്ടുകൊടുത്താൽ അതിനേക്കാളും കടുപ്പുള്ളത് വലിക്കുന്ന കുടിക്കുന്ന മകനുണ്ടാകും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ചെറിയ മക്കള് ശരിക്ക് സംസ്കരിക്കപ്പെടേണ്ട കാലമാണ്. പഴയ കാലത്ത് പ്രായമുള്ള ആളുകളാണ് ഈ ബീഡി സിഗരറ്റ് ഒക്കെ വലിക്കുക. ഇപ്പൊ അവരത് മതിയാക്കി. അള്ളാനെ പേടിച്ചിട്ടല്ല, ക്യാൻസർ പേടിച്ചിട്ടാ. അള്ളാഹു നമ്മളൊക്കെ മാരകമായ രോഗങ്ങളെ തൊട്ട് കാവല് തരട്ടെ, അള്ളാഹു കാക്കട്ടെ. ഇപ്പൊ ചെറിയ കുട്ടികൾ, ഇത്രയുള്ള സിഗരറ്റ് വലിക്കുക. IT സീക്കിങ്, റോത്ത്മാൻസ്, മൾബോറോ, മണ്ണാങ്കട്ട, വലിയ സാധനം വലിക്കാണ് ചെറിയ കുട്ടികള്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആദം നബിക്കൊരു കുമ്പിടാൻ മടികാട്ടി, അതിനാലെ തന്നെ ഇബ്ലീസിനെ റബ്ബാട്ടി. റബ്ബിന്റെ ശാപം ഏറ്റ ശൈത്വാനെന്ന് പേടിച്ച് മൂത്രമൊഴിച്ചടോ പെട്ടെന്ന്. ശൈത്വാന്റെ മൂത്രം വീണ സ്ഥാനത്താണ് ബീഡിപ്പുകയില മുളച്ചതും എന്നാണ്. സയ്യിദുനാ മുഹമ്മദ് നബിയെ സൃഷ്ടിച്ചു. സുജൂദിന്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് പറഞ്ഞു. മലക്കുകളൊക്കെ സുജൂദ് ഇല്ല. ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസ് ചെയ്തില്ല. ഇബ്ലീസ് ഭയങ്കര യുക്തിവാദം പറഞ്ഞു. ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. പടച്ചവനെ, എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്, ആദമിനെ പടച്ചത് മണ്ണ് കൊണ്ടാണ്. തീ എപ്പോ കത്തിച്ചാലും മേലോട്ടാ കത്തുക, മണ്ണ് എപ്പോ ഇട്ടാലും താഴോട്ടാ പോവുക. ഇവന് യുക്തിവാദം പറയാ അള്ളാഹിനോട്. അതുകൊണ്ട് സ്ത്രീയിൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ, മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദിൽ നമ്മളെ സ്റ്റാൻഡേർഡിന് മോശമാണ്. നാരെ രണ്ടാളെയും പടച്ചവനോട്, അതാ രണ്ടാളെയും സൃഷ്ടിച്ച റബ്ബിനോടായി പറയുന്ന അള്ളാഹ് പോടാ. ആട്ടിയങ്ങ് ഓടിച്ചു. പേടിച്ച് മൂത്രയിക്കാൻ അവിടുന്ന് തുടങ്ങിയതാ. ഞാൻ പേടിച്ച് മൂത്രമൊഴിച്ചെന്ന് പറഞ്ഞല്ലേ, അത് അവിടെ നിന്ന് തുടങ്ങിയതാ. ഇപ്പം പോകുന്ന പോക്കില് പേടിച്ച് മൂത്രമൊഴിച്ചോണ്ടാ പോയത്. മുള്ളിക്കോണ്ടാ പോയെന്ന് പറയുന്നില്ലേ, അങ്ങനെ യൂറിൻ പാസ് ചെയ്തിട്ടാ പോയത്. ഈ സമയത്ത് ഇവന്റെ മൂത്രം വീണ സ്ഥലത്തു നിന്നാണ് ഈ വീടിന്റെ ഉള്ളിൽ വെക്കണ കിണാപ്പ് ഉണ്ടായത് എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? എന്നിട്ട് ബഹുമാനപ്പെട്ട തഴവസ്ഥ പറയാ, ഇബ്ലീസ് മൂത്രമൊഴിച്ചവൻ തള്ളുന്നു, നീ നിന്റെ ചുണ്ടിൽ വെച്ചതും വലിക്കുന്നു. ഇബ്ലീസ് മൂത്രക്കോയിലൂടെ മൂത്രയിച്ച് വിട്ടതാ. നമ്മള് കാലിന്റെ മുകളിൽ കാലും വെച്ച് എന്തൊരു റാഹത്തിലാ വലി, എന്തൊരു ടേസ്റ്റ്. ഇബ്ലീസിന് എന്തൊരു കൗതുകം ഇത് കണ്ട്, അംലാക്കിനെന്തൊരു ദുഃഖമാണിത് കൊണ്ട്. ഇബ്ലീസിന് സന്തോഷമില്ലാണ്ട് ഓന്റെ മൂത്രല്ലേ കുടിക്കുന്നു. മലക്കുകൾക്ക് സങ്കടമില്ലാണ്ട് ഓർക്കറിയില്ല ഇബ്ലീസിന്റെ മൂത്രമാണെന്ന്. വലിക്കുന്നവർക്ക് എല്ലാവർക്കും അത് നിർത്താൻ അള്ളാഹു നമ്മുടെ സദസ്സ് തൗഫീഖാക്കി തരട്ടെ. അള്ളാഹു തൗഫീഖാക്കി തരട്ടെ. മക്കളെ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ ആളുകളൊന്നും തൊട്ടു കൊടുക്കണ്ട. നല്ല മനുഷ്യന്മാരുണ്ടാവും. അത് കുടുംബക്കാരായാലും നല്ല തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുണ്ടാകും, ഖുർആൻ ഓതുന്ന ആളുണ്ടാകും. അവര് തൊട്ടു കൊടുക്കണം, മധുരം കൊടുക്കണം. അള്ളാഹു ബറക്കത്താക്കി തരട്ടെ. നിങ്ങൾ നോക്കണം, ഞാൻ ഈ പറഞ്ഞ രണ്ട് വിഷയം, ഒന്ന് ഈ കുട്ടിക്ക് കൊടുത്ത വാങ്ങിന്റെ വിഷയം, മറ്റൊന്ന് ഈ കുട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ വിഷയം. ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് ആദ്യമായി പോകുന്ന ഭക്ഷണത്തിലും ആത്മീയതയുടെ അംശം, ആത്മാവിനെ പരിഗണിക്കുന്നവരുടെ അംശം വേണമെന്ന് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ടാ നല്ല ആളുകൾ ചവച്ചിട്ട് തൊട്ടുകൊടുക്കും, മധുരം കൊടുക്കണമെന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ഈ കുട്ടിക്ക് നല്ലൊരു പേരും ഇട്ടിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ കുട്ടിക്ക് നല്ലൊരു പേരെടുക്കുക. അവിടെ ഒരു ചെറിയ മകൻ നമുക്ക് കിട്ടിയാൽ നമുക്ക് ആ കുട്ടിക്ക് നല്ലൊരു പേര് കൊടുക്കണം. ഏറ്റവും നല്ല പേര്, അള്ളാഹുവിലേക്ക് അബ്ദ് ചേർക്കുന്ന പേര് അബ്ദുല്ലാ, അബ്ദുറഹ്മാൻ, അല്ലെങ്കിൽ ഏറ്റവും നല്ല പേര് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇപ്പൊ കുടുങ്ങിപ്പോയല്ലോ.
ഇപ്പോ കുട്ടികൾക്ക് പേരിടാൻ വേണ്ടിയിട്ട് ഗർഭിണിയായ സമയത്ത് തന്നെ ആണോ പെണ്ണോ എന്ന് പറഞ്ഞാൽ പിന്നെ നെറ്റ് സെർച്ച് ചെയ്യല, എന്നിട്ട് പേരിങ്ങനെ നോക്കിയിട്ട് എടുത്തിട്ട് പള്ളിയിലെ ഉസ്താദ്മാർക്കെല്ലാം കൊടുത്തേക്കല. ഇതിന്റെ അർത്ഥം എന്താ, ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചിട്ട് അള്ളാഹു കാക്കട്ടെ. ഏറ്റവും നല്ല പേര് അള്ളാഹുവിലേക്ക് അബദ്ധ ചേർത്തിട്ട് പറയലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നകും തുദഊന യൗമൽ ഖിയാമത്തി ബി അസ്മാഇകും വബി അസ്മാഇ ആബാഇകും ഫഅഹ്സിനു അസ്മാഅകും. നിങ്ങളുടെ ബാപ്പന്റെയും പേര് കൂട്ടിയിട്ടാണ് മഹ്ശറയിൽ ഖിയാമത്ത് നാൾ നിങ്ങളെ വിളിക്കുക. അതുകൊണ്ട് നല്ല പേരിടണേ. മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നെ വിളിക്കുമ്പോ ഹംസ ബിൻ അബ്ദുൽ ഖാദിർ, ഹംസ അബ്ദുൽ ഖാദിർ. എന്റെ ബാപ്പ അബ്ദുൽ ഖാദിർ മരണപ്പെട്ടു പോയി. ബാപ്പന്റെ ഖബർ അല്ലാഹുവേ നീ പ്രകാശിപ്പിക്കണം റഹ്മാനേ. നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ബാപ്പമാര്, ഉസ്താദുമാർ, ഉമ്മമാര് എല്ലാവരുടെയും ഖബറുകൾ പ്രകാശിപ്പിച്ച് ദറജ നീ വർദ്ധിപ്പിക്കണം റഹ്മാനേ. എന്നെ വിളിക്കുമ്പോ അങ്ങനെ വിളിക്കുക. ചില ആളുകളെ വിളിക്കുമ്പോ അവര് ബാപ്പന്റെ കൂട്ടി വിളിക്കും. നോക്കിങ്ങള് ഇപ്പൊ മലക്കുകൾക്ക് പോലും മനസ്സിലാവില്ല ഏതാ ബാപ്പ ഏതാ മകൻ. അനു കുനു, അനു ബാപ്പ, മകൻ കുനു, 2 അക്ഷരേ ഉണ്ടാവുള്ളൂ. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഹൈന്ദവ സുഹൃത്തുക്കൾ, ക്രിസ്ത്യാനികളൊക്കെ പശുവിനും പട്ടിക്കൊക്കെ ഇട്ട പേര് നമ്മളെ പിള്ളേർക്ക് ഇപ്പൊ കടമെടുത്തിടുക. അല്ലോ 2 അക്ഷരേ പറ്റുള്ളൂ. ഹബ, ഹുബ, ഹിബ, 2-3 അക്ഷരം മാത്രം. എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ വലിയ പേരിട്ടാല് പാസ്പോർട്ടിന് കൊടുക്കും വലിയ പ്രശ്നം. ഇപ്പൊ ആധാർ കാർഡിന് അപേക്ഷിക്കുമ്പോൾ ഉള്ള കള്ളി വെച്ചിട്ടാലും എയർപോർട്ടിലൊക്കെ പൂരിപ്പിക്കാൻ വേണ്ടി ഫോം തന്നാൽ ഉള്ളത് മുഴുവനും പൂരിപ്പിച്ചാൽ നമ്മളെ പേര് പകുതിയാകുന്നില്ല. അതുകൊണ്ട് 2 അക്ഷരം മതി. പാടില്ല. നല്ല പേരിടണം, മഹാന്മാരിലേക്ക് ചേർത്ത് പേരിടണം. ഏറ്റവും മഹത്വമുള്ള ഒരു പേര് ഞാൻ പറഞ്ഞു തരാം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി إذا كان يوم القيامة نادى مناد ألا ليقم من اسمه محمد فليدخل الجنة كرابة لنبيه محمد صلى الله عليه وسلم. ഹബീബായ തങ്ങൾ പറയുന്നു, മഹ്ശറയിൽ വിളിക്കാൻ ഒരാള് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരുള്ള മുഹമ്മദ് എന്ന് പേരുള്ള ആളുകളൊക്കെ എഴുന്നേറ്റോ. എന്നിട്ട് അവര് റസൂലുള്ളാഹിന്റെ ആദരവ് കൊണ്ട് പേരിട്ടവരാണെങ്കിൽ ഹബീബായ തങ്ങളെ ബഹുമാനം കൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് കടന്നോ. മുഹമ്മദ് എന്ന് പേരുള്ള ആളുകളോട് പറയപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ തങ്ങളാദരിച്ച് പേരിട്ട് വലിയ പൈസക്കാരുണ്ട്. എന്റെ അമ്മ പൈസക്കാരനായിട്ട് അമ്മദ് എന്ന് പേരിട്ടാൽ ആ ഗുണം കിട്ടൂല. റസൂലുള്ളാഹിനെ ബഹുമാനിച്ചിട്ട് വിടണം. ഞാൻ പറഞ്ഞത് ആ പേര് നല്ല പേരിടണം. അപ്പൊ മൂത്ത കുട്ടിക്ക് മുഹമ്മദ് ഇട്ടാ പിന്നെ അടുത്ത കുട്ടിക്ക് ഏതാ ഇടുക? 2 ഒരേ പേരാ പാസ്പോർട്ട് കിട്ടുമോ? ഇല്ല. അപ്പൊ എന്താ വേണ്ടത്? അപ്പൊ അബൂബക്കർ എന്നിടണം. അത് അപ്പുറത്തെ പുരയിലുണ്ട്. ഉമർ എന്നിട്ടോ അത് ഇപ്പുറത്തെ ഔത്തുണ്ട്. ഉസ്മാൻ എന്നിട്ടോ അതും അറിയിഞ്ഞ എന്റെ മാപ്പിള തൊണ്ട് കണ്ടോ. പേര് പിന്നെയും പണ്ടേ തൊട്ടേക്ക് പോന്നാ നൂക്കിനു. അല്ലാഹു സലാമത്താക്കട്ടെ. എല്ലാ ഉസ്താദ്മാരും കൊടുക്കുന്ന സമയത്ത് അറബി, ഉറുദു, ഫാർസി മിക്സഡ് ആണ്. അറബികളുടെ മക്കൾ ഡയാന എന്നല്ല അറബിന്റെ മക്കൾക്ക് പേരുണ്ട്. ഗൾഫിൽ നിന്ന് നെട്ടിൽ നോക്കി ഒട്ടേക്ക് ഇങ്ങോട്ട്. എന്നിട്ട് അതിങ്ങനെ വലിയ ഉസ്താദ് എത്രയോ കൊല്ലം ദർശനം നടത്തി നമ്മുടെ ഉസ്താദ് അല്ലെങ്കിൽ വേറെ ഉസ്താദ് ജാമിയ സയ്യിദ് എന്നോ അല്ലെങ്കിൽ ഉള്ളാളത്ത് മദനി കോളേജിൽ നിന്നോ ബാക്കിയാത്ത് നിന്നോ അല്ലെങ്കിൽ മിസ്ബാഹിൽ നിന്നോ എവിടെന്നെങ്കിലും നല്ല ബിരുദം താങ്ങുക നല്ല ഉസ്താദാ. എല്ലാ പരീക്ഷയും പാസ്സായിട്ട് വന്നത്. ഉസ്താദിന് പേരത്തിന്റെ അർത്ഥം ഇതാ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അങ്ങനെ ഉസ്താദ് ഇങ്ങനെ നോക്കിയിട്ട് മൻഹലും മുൻജിദലും 25 തവണ മറിച്ചു നോക്കി അങ്ങോട്ടും. അല്ലാഹ് ഈ സാധനം അതിൽ കാണുന്നില്ല, അഫ്ളയിൽ വേണ്ടേ അത് കാണുന്നില്ല. അപ്പൊ ഉസ്താദ് എനിക്ക് ഇതിന്റെ പേര് അർത്ഥം കിട്ടണില്ല. ഇപ്പൊ പറയുന്ന പെണ്ണുങ്ങൾ പറയാം, എന്ത് മൊയിലാര്, എന്ത് മുദരിസ്, ഒരു പേരിന്റെ അർത്ഥം ചോദിച്ച് കിട്ടിയില്ല. ആണോ? എല്ലാ കോളേജിൽ നിന്നും ബിരുദം വാങ്ങി വന്ന ഉസ്താദ് എല്ലാറ്റും ഫസ്റ്റ് റാങ്കാ. പെണ്ണുങ്ങളെ പരീക്ഷയ്ക്ക് ലാസ്റ്റ് മാർക്കാ. അല്ലാഹ് അങ്ങനെ ആവാൻ പാടില്ല. നല്ല പേര് മഹാന്മാരിലേക്ക് ചേർത്തിടണം. നല്ല പേര് ചോദിച്ചാൽ അത് പറയും ചെയ്യില്ല. അഷാഖി, ഇഷാഖു, ഉഷാഖു. ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങിയാന്ന് മനസ്സിലായാൽ മതി. പിള്ളേർ ഒറ്റ ഉപ്പാന്റെ മക്കളാണ്. ഫാത്തിമ ക്ര, ഫാത്തിമ ക്രി, ഫാത്തിമ ക്രു. പിള്ളേർ 3 ഫാത്തിമ ഇട്ടിട്ട് പെണ്ണുങ്ങളെ പേര് ഹലാലാക്കല മുമ്പ്, ഇപ്പൊ ഹലാക്കാക്കല. ഫാത്തിമ ഉപയോഗത്തിലില്ല, അത് വെറുതെ കൊടുത്തതാ മദ്രസയിൽ ഉസ്താദിനെ പൊട്ടിക്കുക. പിന്നെ പേക്കെന്താ വളകാരുന്നല്ല പിള്ളേരുടെ പേര്. അള്ളാഹു സലാമത്താക്കട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒന്നും പേരിടാൻ നല്ല പേരിടണം. അങ്ങനെ നമുക്ക് ഈ കുട്ടിക്ക് നല്ലൊരു പേര് കൊടുക്കാം. ഈ ജനിച്ച കുട്ടിക്ക് മോനെ പേര് വിളിക്കാൻ വേണ്ടി എളുപ്പത്തിന് അബൂബക്കർ. ഈ കുട്ടി ഇപ്പൊ ജനിച്ചിരിക്കുന്ന കുട്ടിക്ക് അബൂബക്കർ നമുക്ക് പേരിട്ടിട്ട് ആ അബൂബക്കറിനെ ഇങ്ങനെ നോക്കുമ്പോ അബൂബക്കറെ എന്ന് വിളിക്കുമ്പോ ഈ കുട്ടി ഇങ്ങനെ ചിരിക്കാണ്, ചെറിയ പൈതല്. ആ കുട്ടിക്ക് മനസ്സിലായി എന്നെയാണ് വിളിക്കുന്നത്. കുറച്ചിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുമ്പോ അവൻ അബൂബക്കർ എന്ന് വിളിക്കുമ്പോൾ ചിരിക്കാൻ തുടങ്ങി. കഴുത്തനക്കാൻ പറ്റുമ്പോ കഴുത്തനക്കി നോക്കാൻ തുടങ്ങി. ഈ കുട്ടി ഇങ്ങനെ സന്തോഷിക്കാണ് അബൂബക്കറെ എന്ന് വിളിക്കുമ്പോ. സുബ്ഹാനല്ലാഹ്, ഈ കുട്ടി
കുട്ടി അങ്ങ് വളർന്നു വരുമ്പോ ചിലപ്പോ ഇവൻ ഇക്കാക്കാന്ന് വിളിക്കും, അനിയന്മാര് മോനെന്ന് വിളിക്കും. അതൊക്കെ അബൂബക്കറിന്റെ പര്യായ പദങ്ങളാണ്. ഇവന് ശരിയായ നിനക്ക് പേര് വെച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, കുറെ നാളങ്ങ് കഴിഞ്ഞപ്പോ ഇവൻ നല്ല ആജാനുബാഹുവായ ചെറുപ്പക്കാരനായി. ഇവന് മക്കളുടെ ചിലപ്പോ ഉപ്പാന്ന് വിളിക്കും, അത് ഇവന്റെ പര്യായ പദമാണ്. ഏതായാലും അബൂബക്കർ, ഇതാണ് അവന്റെ പേര്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്, ഈ അബൂബക്കർ പെട്ടെന്നൊരു ആക്സിഡന്റ് സംഭവിച്ചു. ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഇവന്റെ കാലങ്ങ് മുറിച്ചു മാറ്റിപ്പോയി. അള്ളാഹു അപകടങ്ങളെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇന്നലെ വഴുതിന് പോയ സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരന്റെ 2 ഷോളറും നമ്മുടെ ബാക്കല്ലെടുത്ത് മൗവല് 2 ഷോളറൊക്കെ ഇളകിയിട്ട് വലിയ പ്രയാസത്തിൽ ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ല. ദ്വാരക്കൊന്നും പറഞ്ഞ അപകടത്തിൽ പറ്റിയതാ. അള്ളാഹു സുബ്ഹാനഹു വ തആല സലാമത്ത് കൊടുക്കട്ടെ. അള്ളാഹു അപകടങ്ങളെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, ഒരു അപകടത്തിൽ സംഭവിച്ച ചെറുപ്പക്കാരന്റെ കാലങ്ങ് മുറിച്ചു മാറ്റി. അബൂബക്കറിന്റെ കാല് പോയി. എന്നാൽ ആളുകൾ പറയുന്ന കേട്ടു, അബൂബക്കറിന്റെ കാല് പോയി. ആരായി അബൂബക്കർ? ഈ കുട്ടിക്ക് പേരിടുന്ന സമയത്തുണ്ടായ പ്രധാനപ്പെട്ട ഒരു അവയവമല്ലേ അബൂബക്കറിന്റെ കാല്. പക്ഷെ ഈ കാല് പോയപ്പോ അബൂബക്കറിന്റെ പേരിന്റെ ഒരു സ്പെല്ലിംഗ് പോലും ചുരുങ്ങിയില്ല. അവിടെയാ പഠിക്കേണ്ടത്. ഒരക്ഷരവും ചുരുങ്ങുന്നില്ലല്ലോ. ഇവന്റെ പേരിന്റെ ഏതെങ്കിലും ഒരു അക്ഷരം പോയോ? ഇല്ല. ആള് പറയണത് അബൂബക്കറിന്റെ കാല്. അപ്പൊ ആരായി അബൂബക്കർ? അത് പഠിക്കണ്ടല്ലേ? ആരാ മോനെ അബൂബക്കർ? അബൂബക്കറിന്റെ ഡ്രസ്സ് എന്ന് പറയും പോലെ, അബൂബക്കറിന്റെ മൊബൈൽ എന്ന് പറയും പോലെ, അബൂബക്കറിന്റെ കാല് എന്ന് പറഞ്ഞ ഈ കാലിന് കൂടിയിട്ടല്ലേ പണ്ട് പേര് വെച്ചത്. അങ്ങനെയാണെങ്കിൽ കാല് മുറിഞ്ഞു പോകുമ്പോ പേരിന്റെ ഒരു ഭാഗം അങ്ങ് പോകണ്ടേ? ഇല്ല, ഇല്ല. അബൂബക്കറിന്റെ കാലിന്റെ കൂടെ പേര് പോകുന്നില്ല. രണ്ടാമത്തെ കാല് ഷുഗർ കൂടിയിട്ട് രണ്ടാമത്തെ കാല് മുറിച്ചു മാറ്റി. എന്നാലും അബൂബക്കറിനെ പറ്റി ആള് പറയുന്നത് അബൂബക്കറിന്റെ കാലിന് ചെറിയ പ്രശ്നമുണ്ട് എന്നാണ്. അബൂബക്കർ ആരാണ് ഞാൻ ചോദിക്കുന്നത്. സുഹൃത്തുക്കളെ, ആ മനുഷ്യൻ എന്തോ ഒരു പരീക്ഷണമാണ്. അവന്റെ കൈ ഇങ്ങനെ ഓരോ വിരല് പഴുത്തിട്ട് മാറ്റുകയാണ്. വല്ല അവയവങ്ങളും പ്രശ്നത്തിലാണ്. ആളുകൾ വന്നിട്ട് അബൂബക്കറിനോട് പറയുന്ന, അബൂബക്കറേ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം പലർക്കും തരുന്നുണ്ട്. നിന്റെ കൈക്കല്ലേ പ്രശ്നമുള്ളൂ, ബാക്കിയൊന്നായിട്ടില്ലല്ലോ. നിന്റെ കൈ എന്ന് പറഞ്ഞ ആരാണ് നീ എന്ന് പറയുന്നത്? അതാ ഞാൻ ചോദിക്കുന്ന, ആർക്കാണ് ഈ പേര് വെക്കുന്നത്? കുട്ടിയുടെ പുറത്ത് കാണുന്ന ശരീരത്തിനാണ് പേര് വെച്ചതെങ്കിൽ ആ ശരീരത്തിന്റെ പാർട്സുകൾ കുറയുമ്പോ പേരിന് സ്പെല്ലിംഗ് ചുരുങ്ങണ്ടേ? പേരിന് മാറ്റം വരണ്ടേ? അത് മാറുന്നില്ലല്ലോ. സുബ്ഹാന ജല്ല ജലാലു. ഞാൻ പറയട്ടെ, ഈ ചെറുപ്പക്കാരൻ നമുക്ക് അവിടെ കിടത്താം. അവൻ അങ്ങനെ കിടക്കാണ് ഒരു സ്ഥലത്ത്. അവന്റെ വീട്ടിൽ അവൻ എഴുന്നേക്കാൻ പറ്റൂല, കാലൊന്നുമില്ല. അവൻ നടക്കാൻ പറ്റൂല, അവനൊന്നും കഴിയുന്നില്ല. അവൻ അബൂബക്കർ അവിടെ കിടക്കാണ്. എന്നാൽ അപ്പുറത്തെ വീട്ടിലുണ്ട് ഒരു മനുഷ്യൻ. ഇവന്റെ കൂട്ടുകാരനാണ്, ഇവന്റെ പ്രായമുള്ളവനാണ്. അവൻ നല്ല വീട് കെട്ടിയിട്ട് നല്ല ഉഷാറുള്ള വലിയ കൊട്ടാര സമാനമായ വീട്. ആ വീടിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അവൻ ഇവന്റെ കൂടെ തന്നെ ഉള്ള അബൂബക്കറാണ്. അവൻ ഗൾഫിൽ വലിയ കച്ചവടക്കാരനാണ്. 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ പറയട്ടെ, അബൂബക്കർ വീട് കുടിയലിന്റെ സന്തോഷത്തിന് പോലും പങ്കെടുക്കാൻ ഇവന് കഴിഞ്ഞിട്ടില്ല. ഇവൻ വെട്ടിക്കിടക്കുകയാണ്, ആക്സിഡന്റ് പറ്റി കിടക്കുന്നവൻ. ഓ സുഹൃത്തുക്കളെ, ഇവന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് പെട്ടെന്നാണ് ആളുകൾ പറയുന്നത്, അബൂബക്കറേ, അപ്പുറത്തെ പുതിയ വീട്ടിൽ അബൂബക്കർ കുഴഞ്ഞ് വീണുപോയി. വീട് കുടിയിൽ നടക്കുന്ന സമയം നല്ല ആരോഗ്യമുള്ള അബൂബക്കർ, നല്ല ഹൈറ്റും വെയിറ്റുള്ള അബൂബക്കർ, നല്ല ഉഷാറുള്ളവൻ. അവൻ പെട്ടെന്ന് അവന്റെ വീട് കുടിയലിന്റെ ദിവസം തന്നെ പെട്ടെന്നൊന്ന് തലകറങ്ങിയിട്ട് വീണുപോയി. ആളുകൾ ഇവനെ എടുത്തിട്ട് ഉടനെ തന്നെ അതാ വണ്ടിയാക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. ഡോക്ടറുടെ മുമ്പിൽ ഇവനെ കിടത്തുകയാണ്. സുഹൃത്തുക്കളെ, ഒരു 5 മിനിറ്റ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ ഖൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. ഈ ചെറുപ്പക്കാരനായ ആരോഗ്യമുള്ളവനെ ഡോക്ടറുടെ മുമ്പിലേക്ക് കൊണ്ടുപോയിട്ട് ആളുകൾ പ്രതീക്ഷയോടെ, കൂട്ടുകാർ കുടുംബക്കാര് കണ്ണീർ വാർത്ത് ഫാത്തിഹ ഓതി സ്വലാത്ത് ചൊല്ലി കാത്തിരിക്കുകയാണ്. ഇവനൊന്നും സംഭവിക്കാതിരിക്കാൻ ദ്വാരക്കുകയാണ്. ഡോക്ടർ എടുക്കൽ പെട്ടെന്ന് ഡോക്ടർ തുറന്നിട്ട് പറയുന്നത്, സീരിയസ് ആണ്, നിങ്ങൾ അബൂബക്കറിന് സീരിയസ് ആണ്, അറിയിക്കേണ്ട ആളെയൊക്കെ അറിയിച്ചോളൂ. വലുവേ വിതുമ്പിൽ പോവുകയാണ് നല്ല ആരോഗ്യമുള്ളവൻ. ഡോക്ടർ പെട്ടെന്ന് പിന്നെയും കട്ടം മാറ്റിയിട്ട് പറയുന്നത്, അബൂബക്കർ പോവുകയാണ്. അബൂബക്കർ ഞങ്ങൾക്ക് പിടുത്തം കിട്ടുന്നില്ല, പോവുകയാണ്. നമ്മൾ നോക്കുമ്പോ കൊണ്ടുപോയി കിടത്തി അബൂബക്കർ മല പോലെ കട്ടിന്റെ മേലെ കിടക്കുന്നു ഡോക്ടറുടെ മുമ്പിൽ. പക്ഷെ ഡോക്ടർ പറഞ്ഞ അബൂബക്കർ പോവുകയാണ്. നമ്മൾ നോക്കുമ്പോ അബൂബക്കറിനെ അവിടെ കാണുകയാണ്. സുഹൃത്തുക്കളെ, ആരാണ് ഈ അബൂബക്കർ? ആർക്കാണ് പേര് വെച്ചത്? ഓ, ഒരല്പസമയം കൂടി കഴിഞ്ഞപ്പോ ഡോക്ടർ വളരെ സങ്കടത്തോടെ വന്നിട്ട് പറയുന്ന, രക്ഷയില്ല, എല്ലാവരും പടച്ചവനെ വിചാരിച്ചിട്ട് ക്ഷമിച്ചോളൂ, അബൂബക്കർ പോയി കേട്ടോ.
ഡോക്ടർ പറയുന്ന അബൂബക്കർ പോയി ഡോറ് തുറന്നു നോക്കുമ്പോ അബൂബക്കർ ദാ കിടക്കുന്ന കട്ടിന്റെ മേലെ. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ആരാണ് ഈ അബൂബക്കർ? ആർക്കാണ് പേര് വെക്കുന്നത്? അതിനേക്കാളും വലിയ സങ്കടം ഈ മരണത്തോട് മല്ലടിച്ചിട്ട് ബെഡിൽ കിടക്കുന്ന കാലും കയ്യില്ലാത്ത അബൂബക്കറില്ലേ, അവന്റെ അടുക്കലേക്ക് അവന്റെ ചങ്ങാതിമാര് സങ്കടത്തോടെ ഓടി വന്നിട്ട് പറയുന്ന അബൂബക്കറെ, നേരത്തെ കുഴഞ്ഞു വീണിട്ട് ആശുപത്രി കൊണ്ടുപോയ അപ്പുറത്ത് അബൂബക്കർ പോയി കേട്ടോ. സുഹൃത്തുക്കളെ, അബൂബക്കർ പോയി എന്ന് പറയുമ്പോ അബൂബക്കർ ഉണ്ട് വരുന്ന വണ്ടിയിൽ, ആംബുലൻസിൽ അബൂബക്കർ വരുന്നു. അബൂബക്കർ പോയി എന്നാണ് ആള് പറയുന്നത്. ഗൾഫിലേക്ക് ഫോൺ ചെയ്തിട്ട് അബൂബക്കറിന്റെ രോഗം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞു അബൂബക്കർ പോയി. സുബ്ഹാനല്ലാഹ്, അബൂബക്കർ പോയി, അബൂബക്കർ പോയി. ഗൾഫിലേക്ക് വിളിച്ചിട്ട് അബൂബക്കർ പോയി എന്ന് പറയുമ്പോ മറുതലക്കൽ ഗൾഫിലുള്ള ആൾ ഇങ്ങോട്ട് ചോദിക്കുന്നത്, ഇനി മയ്യത്ത് എങ്ങോട്ടാണ് കൊണ്ടുപോവുക? അബൂബക്കർ എന്ന പേര് മാറിപ്പോയി. കണ്ടോ നിങ്ങൾ? അബൂബക്കർ എന്ന പേര് തന്നെ ഉപയോഗിക്കാനില്ലാണ്ടായി പോയി. ഒരൊറ്റ സെക്കൻഡ് അബൂബക്കർ മരിച്ചു എന്ന് പറയലോടുകൂടി അപ്പുറത്തെ ചോദ്യം, മയ്യത്ത് എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഇനി അബൂബക്കർ വിളിയില്ല. അബൂബക്കറിനെ എങ്ങോട്ട് കൊണ്ടുവന്നേ? അതില്ല, അത് പോയി. ഞാൻ ചോദിക്കുന്നു, ആരാണ് ഈ അബൂബക്കർ? ആർക്കാണ് പേര് വെച്ചത്? ഗൗരവത്തിൽ ആലോചിക്കണേ. അബൂബക്കർ പോയി, അവന്റെ പേരും പോയി. പിന്നെ ആള് ചോദിക്കുന്ന മയ്യത്തിന്റെ അളവെടുത്തു. മയ്യത്തിന്റെ ഡ്രസ്സ് മയ്യത്തിന് അളക്കേണ്ടത് മയ്യത്ത് കട്ടിലെ, പിന്നെ മയ്യത്തിന്റെ പോരാ മയ്യത്ത് കുളിപ്പിക്കുന്നത് മയ്യത്ത്. അതോ എന്റെ റബ്ബേ, ഇവന്റെ പേരിൽ അബൂബക്കറിനെ കുളിക്കുന്ന കട്ടിൽ കൊണ്ടുവാ, അബൂബക്കറിന് അളവെടുത്തിട്ട് വാ. അബൂബക്കറിന് വേണ്ടി കബർ, അതില്ല മയ്യത്തിന്റെ നീളം, മയ്യത്തിന്റെ വണ്ണം, മയ്യത്തിന്റെ വീതി. ഓ സഹോദരാ, ഗൗരവത്തിലൊന്ന് ചിന്തിക്കണേ. ഈ ചെറുപ്പക്കാരന്റെ പേര് പോയി കേട്ടോ. ഇവനെ കൊണ്ടുവരികയാണ്, വീട്ടിന്റെ ഉള്ളിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. പുതിയ വീട്ടിന്റെ മുറ്റത്ത് ഇവന് വേണ്ടി വേറെ ഒരു അറയുണ്ടാക്കുകയാണ് ഇവനെ കുളിപ്പിക്കാൻ. ആ അറയിൽ നിന്ന് ഇവനെ കുളിപ്പിക്കുമ്പോ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരൽപ്പം റഹഫത്തുള്ള ആള് മയ്യത്ത് കുളിപ്പിക്കണം. മയ്യത്തിനെ അനക്കുമ്പോ മയ്യത്ത് വിളിച്ചു പറയും, അനക്കല്ല, വേദനിപ്പിക്കല്ല. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ഞാൻ മൽപിടുത്തം നടത്തിയ കാരണത്താൽ എന്റെ ശരീരം പരുത്തി പോലെ ആയി പോയിട്ടുണ്ട്, വേദനിക്കുന്നു, അനക്കല്ല. മയ്യത്ത് കുളിപ്പിക്കുന്നവനത് കേൾക്കൂല, കേട്ടാൽ അവൻ മയ്യത്തായി പോകും. സഹോദരാ, മയ്യത്ത് കുളിപ്പിക്കുന്ന മനുഷ്യന്മാരത് കേൾക്കൂല. അതുകൊണ്ട് അവരുടെ മക്കള് മരിച്ചാ ഉപ്പ കുളിപ്പിക്കണം, ഉപ്പ മരിച്ചാ മക്കള് ഏട്ടാനിയന്മാര് നല്ല റൗഫത്തുള്ളവർ, കൽബിൽ കാരുണ്യമുള്ളവർ കുളിപ്പിക്കണം. അല്ലാഹു നമുക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. ഓ സഹോദരങ്ങളെ, ഈ മനുഷ്യനെ എടുത്തു കൊണ്ടുവരികയാണ്, പള്ളി വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇവനെ അതാ ശരിയായ നിലക്ക് വരിഞ്ഞങ്ങ് 3 കഷ്ണം തുണിയിലങ്ങ് കെട്ടുകയാണ്. ഇവനെ എടുത്തു കൊണ്ടുപോവാണ്. ഏത് വീട്ടിൽ നിന്നും? ഇവന്റെ ലക്ഷങ്ങൾ കോടികൾ മുടക്കി ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന് ഈ മനുഷ്യൻ അങ്ങോട്ട് പോകുന്നൊരു പോക്കുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു, അതെന്തൊരു പോക്കാണ്! ഇന്ന് കുടിയിൽ നടക്കുന്ന ഉദ്ഘാടനത്തിന്റെ വീട് ആളുകളൊക്കെ വന്നു നിൽക്കുമ്പോഴല്ലേ ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയത്. സുബ്ഹാനല്ലാഹ്, ആ വീട്ടിലുള്ള പെണ്ണ് അതാ വിധവയായി പോയി, ആ വീട്ടിലെ മക്കളെ തീമുകളായി പോയി, ആ വീട് അനാഥമായി പോയി. ഇവനെ എടുത്തിട്ട് മയ്യത്ത് കൊട്ടിൽ കൊണ്ടുപോവുകയാണ്. ഉൻളുർ ഇലയ്യ ബിഅഖ്ലിക, നിന്റെ കണ്ണുകൊണ്ടല്ല, നിന്റെ അകക്കണ്ണുകൊണ്ട്, നിന്റെ ഹൃദയം കൊണ്ട് നീ എന്നെ ഒന്ന് നോക്കിക്കോ, നീ എന്നെ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചോ. ഞാൻ നിന്റെ വീട്ടിൽ വരാൻ കാത്തു നിൽക്കുകയാണ്. ഒരു വാഹനം നമ്മോട് വഅദ് പറയാണ്, എന്റെ ടയറ് പഞ്ചറാകലില്ല, എന്റെ ഗ്ലാസുകൾ കേറുകൊള്ളലില്ല, എനിക്ക് ഹർത്താലും ബന്ധുവൊന്നും എന്നെ ബാധിക്കലില്ല, എല്ലാ ജലാശയവും ഞാൻ മുറിച്ചു കൊടുക്കും, ഏത് റെയിൽ പാളവും ഞാൻ മുറിച്ചു കൊടുക്കും, ഏത് ഹൈവേയിലും ഓടുന്ന വാഹനങ്ങൾ എന്നെ കാണുമ്പോ ഒന്ന് ബ്രേക്ക് ചവിട്ടും, എന്നെ കാണുമ്പോൾ ബഹുമാനിക്കാത്തവരില്ല. അനസരീറുൽ മനായ കംസഹറ മിത്ലിഹി മിസ്ലക,
ഞാൻ നിന്റെ മയ്യത്ത് കെട്ടിലാണോടോ. ആ നിന്നെ പോലത്തെ എത്ര ആളുകളെയാണ് എന്നെ പോലത്തെ മയ്യത്ത് കെട്ട് ഖബറിൽ കൊണ്ടുപോയി തള്ളിയത്. ആ മയ്യത്ത് കെട്ട് വീട്ടിൽ വന്നു ഇവനെ എടുത്തിട്ട് കൊണ്ടുപോവുകയാണ്. സുഹൃത്തുക്കളെ, ആ കൊണ്ടുപോയിട്ട് ഇവനെ അതാ നിസ്കാരമൊക്കെ നടത്തിയിട്ട് ആ നിസ്കാരത്തിന്റെ ബാങ്ക് ഇഖാമത്താണ് നേരത്തെ കൊടുത്തത്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവനെ ഖബറിൽ കൊണ്ടുപോയി താഴ്ത്തിട്ട് മണ്ണൊക്കെ ഇട്ട് മൂടിയിട്ട് ഇവന്റെ വീട് കൂടിയെല്ലാ ആളുകൾ പലരും സമ്മാനം കൊണ്ട് കൊടുത്തു. ഫ്രിഡ്ജ് കൊണ്ട് കൊടുത്തു, വാഷിംഗ് മെഷീൻ കൊണ്ട് കൊടുത്തു, ഗ്രൈൻഡർ കൊണ്ട് കൊടുത്തു, ബെഡും കലക്കയും തലങ്ങണിയും കൊണ്ട് കൊടുത്തു. അങ്ങനെ പലരും രാവിലെ കൊണ്ടു കൊടുത്തതാണ്. ഇവന്റെ വൈകുന്നേരം ഇവന് വേറൊരു വീട് കിട്ടിപ്പോയി, അവിടെയും കൊടുത്തു. നല്ല വിലപിടിപ്പുള്ള സാധനം. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ കൊടുത്തു. മുഴുവൻ ആളുകളും പ്രസന്റേഷൻ, മുഴുവൻ ആളുകളും സമ്മാനം കൊടുത്തു. കൊടുത്തത് മുഴുവൻ ഒരേ സാധനമായി പോയി എന്നേ ഉള്ളൂ. സുഹൃത്തുക്കളെ, കല്ല് വെച്ച് മൂടിപ്പോയി. ഇവനെല്ലാം കഴിഞ്ഞിട്ട് ആളുകൾ തൽക്കീനോദി ദുആ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോ അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ആളുകൾ പിരിഞ്ഞു പോകുമ്പോ ഇവന്റെ ഏറ്റവും അടുത്ത ചങ്ങാതി, ഇവന്റെ കൂട്ടുകാരൻ ഖൽബങ്ങ് പൊട്ടിപ്പോയി. ഇവനെ വിളിക്കുന്ന അസ്സലാമു അലൈക യാ അബൂബക്കർ. അബൂബക്കറേ സലാം. അബൂബക്കർ എന്ന പേര് ഖബറിലെത്തിയപ്പോ തിരിച്ചു വന്നു. കണ്ടോ, മയ്യത്തെടുക്ക് അനക്കല്ല. മയ്യത്ത് എടുക്കുമ്പോ ഇറക്കുമ്പം വരെയുള്ള ഉപയോഗം കണ്ടോ നിങ്ങൾ? മയ്യത്തെടുക്ക്, പിടിക്ക്, കണ്ടോ? മയ്യത്ത് ഇറക്കി വെച്ചിട്ട് ഖബറ് കാണിച്ചിട്ട് മയ്യത്തിന്റെ ഖബറാന്നല്ല പറയുന്നത്, അബൂബക്കറിന്റെ ഖബറ്. കണ്ടോ, മയ്യത്തിന്റെ ഖബർ നല്ല അബൂബക്കറിന്റെ ഖബർ. അബൂബക്കർ തിരിച്ചു വന്നു. ഞാൻ ചോദിക്കുന്ന, ആർക്കാണ് പേര് വെച്ചത്? പണ്ട് ആർക്കാണ് ഈ കുട്ടിക്ക് പേര് വെക്കുമ്പോ ആരെ നോക്കിയിട്ടാണ് പേര് വെച്ചത്? ആലോചിക്കേണ്ടതില്ലേ മോനെ? അതേ, ഒരു 2-3 ദിവസം കൊണ്ട് ഈ ഖബറിന്റെ ഉള്ളിന്ന് കണ്ണങ്ങ് പൊട്ടിയൊലിച്ചു പോയി. കണ്ണോക്കുന്ന പേരിൽ നമ്മൾ ചായയും കുടിച്ചത് യാസീനൊക്കെ ഓതി പിരിഞ്ഞുപോയി. ഇവന്റെ കണ്ണ് പൊട്ടിപ്പോയതാണ്. 2-3 ദിവസം കൊണ്ട് പള്ള പൊട്ടിപ്പോയി. ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും ദ്രവിക്കാൻ തുടങ്ങി. 2 കൊല്ലമാകുമ്പോഴേക്ക് ശരീരത്തിൽ ഇവന് പണ്ട് പേര് വെക്കുമ്പോ ഉണ്ടായ ഒരു സാധനവും ബാക്കിയില്ല. മുഴുവനും മണ്ണോട് ചേർന്നുപോയി. അപ്പോഴാണ് ഇവന്റെ ഗൾഫിലെ പാർട്ട്ണർ നാട്ടിലേക്ക് വരുന്നത്. അന്ന് വരാൻ പറ്റിയിട്ടില്ല. വീട്ടിൽ വന്നിട്ട് കൂട്ടുകാരെയും കൂട്ടിയിട്ട് കുടുംബക്കാരെ കൂട്ടിയിട്ട് അബൂബക്കറിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോവാണ്. അവിടെ എത്തിയിട്ട് 2 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ കൂട്ടുകാരന്റെ ഖബർ നോക്കി കണ്ണുനീരൊൽപ്പിച്ചുകൊണ്ട് ഗൾഫിലെ ചങ്ങാതി വന്നിട്ട് വിളിക്കുന്ന വിളി കേൾക്കണോ? അസ്സലാമു അലൈക യാ അബൂബക്കർ. അബൂബക്കറേ സലാം. ആരാണ് ഈ അബൂബക്കർ? അബൂബക്കറിന് പണ്ട് പേരൊക്കെയുള്ള ഒരു സാധനവും ഇല്ല. എല്ലാം തീർന്നുപോയി. പക്ഷെ എന്നാലും പേര് മാറുന്നില്ല. മോനെ, അവിടെയാ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർ പറഞ്ഞില്ലേ ഒരു സാധനം പോവുകയാണ്. ആ പോകുന്നൊരു സാധനം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുണ്ട്. കൂടാടി പാറുന്ന പരമലക്കിന് കൽപ്പന കിട്ടി. കൂടാടി പാറുന്ന തത്തയെ തട്ടി. നമ്മുടെ ഉള്ളിൽ ഒരു സാധനമുണ്ട്. തത്ത ആ പാറിക്കളിക്കുന്ന ഒരു സാധനമുണ്ട് മോനെ. അതേതാണെന്നറിയോ? യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. അങ്ങയോട് അവർ ചോദിക്കും നബിയെ, റൂഹിനെ സംബന്ധിച്ച്, ആത്മാവ്, സോൾ, അതിനെ സംബന്ധിച്ച് ആളുകൾ ചോദിക്കും നബിയെ. തങ്ങൾ പറ, റൂഹു മിൻ അംരി റബ്ബി, റൂഹ് എന്റെ റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. അധികം ആളുകൾക്കും ആ വിഷയത്തിൽ നാം അറിവ് നൽകിയിട്ടില്ല. ആ വിഷയത്തിൽ അധികം ആളുകൾക്കും നാം അറിവ് നൽകിയിട്ടില്ല. അതുകൊണ്ടാ ഏറ്റവും വിദഗ്ധനായ ഡോക്ടർ, സുഹൃത്തുക്കളെ, തമിഴ്നാട്ടിലെ ജയലളിത മരണപ്പെട്ടു പോയി. ആ ജയലളിതയുടെ മരണത്തിൽ ദുരൂഹത ബാക്കിയാണ്. ജയലളിതയെ ദൈവം പോലെ ആരാധിക്കാണ് നാട്ടുകാർ. നമ്മൾ മനസ്സിലാക്കുന്നില്ലേ തമിഴന്മാർക്ക് അവരോടുള്ള സ്നേഹം? പക്ഷെ ജയലളിതയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യൻ പാർലമെന്റിൽ സഹോദരങ്ങളെ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാജ്യമായ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ പാർലമെന്റ് മന്ദിരത്തിൽ 10 വർഷക്കാലം മന്ത്രിയായി രാജ്യം ഭരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനായി ഇപ്പോഴും എംപിയായി അന്ന് തുടർന്ന്
നിശ്ചയമായും ആത്മാവിനെ തമസ്കരിച്ചവൻ പരാജയപ്പെട്ടു പോയി. ആത്മാവിനെ സംരക്ഷിക്കണം. ആത്മാവിനെ സംരക്ഷിക്കണം. ആത്മാവിനെ സംസ്കരിക്കുക, ആത്മാവിന് പവർ കൂട്ടാൻ, അതാണ് ശരിയായി. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കാണുന്ന ഞാൻ ഹംസ മിസ്ബാഹി എന്ന് പറഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ, ഇത് അനങ്ങുന്ന കൈകളല്ല. എന്നെ നിങ്ങൾ കാണുന്ന എന്റെ താടിയും മുഖം എന്റെ തലയെക്കെട്ടൊന്നുമല്ല. ഞാനെന്ന് പറയുന്ന എന്റെ ഉള്ളിലൊരു സാധനം ഉണ്ട്, അതാ ഞാനെന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ എന്റെ കൈ എന്ന് ഞാൻ പറയുന്നത്. എന്റെ കൈ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് എന്റെ ഫോൺ എന്ന് പറയുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധന. ഞാനെന്ന് പറഞ്ഞാൽ ആരാണ്? എനിക്കല്ലേ. ഞാൻ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സാധനത്തിന് ഭക്ഷണം കൊടുക്കണം. അതാ ആദ്യം കൊടുത്ത ഭക്ഷണം അത് ആത്മാവിന്റെ ഭക്ഷണമാണ്, കാതിലൂടെ കൊടുത്ത വാങ്ക്. രണ്ടാമത് ശരീരത്തിന് കൊടുത്തതാണ് തഹനീക്ക്. ആദ്യം കൊടുക്കേണ്ടത് ആത്മാവിന്. ആത്മാവിനെ പരിഗണിക്കണം, ആത്മാവിനെ നിയന്ത്രിക്കണം, ആത്മാവിനെ സംരക്ഷിക്കണം, ആത്മാവിനെ സംസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാർ അവർ ആത്മാവിനെ സംരക്ഷിച്ചവരാണ്, അവർ ആത്മാവിന് ഭക്ഷണം കൊടുത്തവരാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാര് രണ്ടാള് അവര് മംഗലാപുരത്ത് പോയി, ടൗണിൽ. അങ്ങനെ പോയിട്ട് അവർ രണ്ടുപേരും ഒരു കൗതുകകരമായ സാധനം വാങ്ങിയിട്ട് വരികയാണ്. എന്താ സാധനം അറിയോ? തത്ത. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉപയോഗിക്കലുണ്ടോ? പക്ഷി, ഒരു പച്ച കളറുള്ള സാധനം, തത്ത. ആ തത്തയെ വാങ്ങിയിട്ട് വരാൻ രണ്ടാളും. അങ്ങനെ വാങ്ങിയിട്ട് വരുമ്പോ രണ്ടാളും അതിന്റെ കൂടും വാങ്ങി, കൂട് അതിന്റെ പെട്ടി അതും വാങ്ങിയിട്ട് വീട്ടിന്റെ മുമ്പിൽ തൂക്കിയിട്ടു. ഒരമ്മത് എന്ത് ചെയ്തു? അവൻ വരുന്ന വഴിക്കാണ് നല്ല ഡെക്കറേഷൻ ബൾബുകൾ വാങ്ങി, നല്ല പേപ്പർ വാങ്ങി. എന്നിട്ട് ഈ കൂടിന് മുഴുവൻ നല്ല അലങ്കാരം ഉണ്ടാക്കാൻ തുടങ്ങി. ആളുകളൊക്കെ പറയാണ്, നമ്മുടെ അമ്മതിന്റെ തത്തക്കൂട് എന്താ ഒരു ലുക്ക്, രാത്രിയാവും മിന്നുകയും മറങ്ങും, ഇങ്ങനെ ഉറൂസിന്റെ പള്ളിന്റെ മുകളിൽ ഇങ്ങനെ കറങ്ങണത് പോലെ ഇവന്റെ തത്തക്കൂടിന്റെ മുകളിൽ ഇങ്ങനെ മിന്നുകയാണ് ബൾബുകൾ. ആളൊക്കെ നോക്കാൻ തുടങ്ങി. എന്തൊരു കൗതുകമാണ് സഹോദര ഈ പെട്ടി, ഈ തത്തയുടെ കൂട്. ഒരു 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ ഇവൻ രാവിലെ എഴുന്നേറ്റ് തത്തണ നോക്കുമ്പോൾ ഓട്ടോറിക്ഷന്റെ ഗാരേജിൽ ഓട്ടോറിക്ഷ കയറ്റി വെച്ചാൽ ഒരു ഭാഗത്ത് ചെരിഞ്ഞു കിടക്കും. സാധു ചത്തുപോയി. തത്ത അതിന്റെ ഉള്ളിൽ ചത്തുപോയി. ഭക്ഷണം കൊടുക്കാൻ മറന്നുപോയി. ഇപ്പം പെയിന്റ് കൂടടിക്കുന്ന, ഇവന്റെ കൂടിന് പെയിന്റ് അടിക്കുന്ന സമയം. ഇവൻ കൂടിങ്ങനെ റെഡിയാക്കുന്ന സമയത്തിന് ഭക്ഷണം കൊടുക്കാനും വെള്ളം കൊടുക്കാനും മറന്നുപോയി. ഞാൻ ചോദിക്കണ്ടേ, ഈ ചെറുപ്പക്കാരൻ ഇവൻ ഇങ്ങനെ സങ്കടത്തോടെ ഇനി തത്തയില്ലാത്ത കൂട്ടിന് വല്ല വിലയുണ്ടോ? ഇവൻ ആരും കാണാതെ മെല്ലെ എടുത്തിട്ട് വീട്ടിന്റെ ബാക്കിൽ കൊണ്ടുപോയി ചാക്കിട്ട് മൂടാണ്, ആരും കാണാതിരിക്കാൻ. ഇന്നലെ വരെ കാണാൻ പ്രദർശിപ്പിച്ച സാധനാണിത്. എന്നാൽ ഇപ്പൊ തത്തയില്ലാത്തതിനാൽ ആ കൂടിന് വിലയില്ല. അതെടുത്തിട്ട് പുറത്തു കൊണ്ടുപോയി ചാടുകയാണ്. അതേ സമയത്ത് ഇവൻ വിഷണ്ണനായി പുറത്ത് കസേരന്റെ മുന്നിൽ താടിക്ക് കയ്യും കൊടുത്ത് നിൽക്കുമ്പോ ഇവന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് തീരെ കാണാൻ ഭംഗിയില്ലാത്ത തത്തക്കൂട്ടിൽ നിന്ന് തത്ത ബിസ്ക്കറ്റും വെള്ളവും തന്നിട്ട് ഇവനെ നോക്കിയിട്ട് പറയുന്ന, തത്തമേ പൂച്ച പൂച്ച. അപ്പുറത്ത് അമ്മ എന്താ ചെയ്തറിയോ? അവൻ ഇവനെ പോലെ തന്നെ വാങ്ങിയതാ ഒരു ചെറിയ കൂട്. അതിന്റെ ഇടയിൽ എള്ളിക്കൊള്ളി കൊണ്ടുണ്ടാക്കി ഒരു ബിസ്ക്കറ്റിന്റെ കഷ്ണം വെച്ചു, ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു, ഒരൽപ്പ സാധനമൊക്കെ വെച്ചു. അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ആര്? അപ്പുറത്ത് തത്ത വെള്ളവും ഭക്ഷണം കഴിക്കുക. അവൻ കൂട് അത്ര വലിയ ഭംഗിയാക്കിയില്ല, ജീവിക്കാൻ പറ്റുന്ന ഒരു കൂടുണ്ടാക്കി. ഇവൻ തത്തക്ക് ഭക്ഷണം കൊടുക്കാതെ കൂടിന് പെയിന്റ് അടിച്ചവനാ. കണ്ടോ? ഞാൻ ചോദിക്കുന്നതിൽ ആരാണ് ബുദ്ധിയുള്ളവൻ? തത്തക്ക് ഭക്ഷണം കൊടുത്തിട്ട് അതിനെ നിയന്ത്രിച്ചവനാണോ നല്ലവൻ? അതല്ല, കൂടിന് പെയിന്റ് അടിച്ചവനാണോ നല്ലവൻ? ഓ സഹോദര, ആരും പറയും തത്തക്ക് ഭക്ഷണം കൊടുത്തവനാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമ്മളെല്ലാവരും ആത്മാവിനാണോ ഭക്ഷണം കൊടുക്കുന്നത്? അതല്ല, നമ്മൾ ആത്മാവിന് ഭക്ഷണം കൊടുക്കാതെ തടിക്ക് മാത്രം തിന്ന് ഭക്ഷണം അതാ നല്ല ഉഷാറായിട്ട് തിന്നിട്ട് തടി കുറിപ്പിക്കുന്നവരാണോ? മോനെ, നീ നിസ്കരിക്കാൻ നിന്റെ ബാങ്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോഴുള്ള നിസ്കാരം നിന്റെ ആത്മാവിന്റെ ഭക്ഷണമാണ്. ഞാൻ പറയാം, രാവിലെ എഴുന്നേൽക്കണം. രാവിലെ എന്താ ഒരു റാഹത്താണ്. രാവിലെ എഴുന്നേറ്റാൽ നമ്മുടെ നാട്ടിൽ ചായ, ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റിൽ കിട്ടുന്ന സാധനം കട്ടൻ ചായ, അത് കിട്ടിയാൽ റാഹത്തായി പോയി. ഒരു 8 മണിയെല്ലാം ആകുമ്പോ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു കത്തലുണ്ടാവും. ഒരു കത്തല് എന്തെങ്കിലും കഴിച്ചാൽ അത് അടങ്ങിപ്പോവും. അതുകൊണ്ട് എന്റെ നാട്ടിൽ അതിനെ കത്തലടക്കുക എന്നാ പറയാ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? നാസ്തയ്ക്കാന്ന് പറയും ചില സ്ഥലത്ത്. കത്തലടക്കാന്ന് പഴയ മലയാളത്തിലൊക്കെ പറയുന്ന ഭാഷയാണ്. എന്തെങ്കിലും കഴിച്ചാൽ അത് അങ്ങ് അടങ്ങിപ്പോവും. എന്റെ പേര് കത്തലടക്കല്. ഈ കത്തലടക്കിയവന് ഉച്ചയാകുമ്പോഴത്തേക്ക് ഇവന് റെഡിയാവും. ആദ്യമേ കഴിക്കണം. കണ്ടോ? ഉച്ചക്ക് നല്ലോണം തിന്നോനാ. ഒരു 4-5 മണി വൈകുന്നേരം ഇവനുണ്ടോ ഇങ്ങനെ നടക്കുന്നു. അപ്പൊ മറ്റോ നീ എന്താടോ റേഞ്ച് ഇല്ലാണ്ട് നടക്കുന്നു? അപ്പൊ മറ്റോ പറയണ ചായ കിട്ടിയിട്ടില്ല, അസറിന് ശേഷം ചായ കിട്ടിയില്ലെങ്കിൽ ഫുൾ റേഞ്ച് പോകും.
ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാലും സാരില്ല. സഹോദര, രാത്രി ചായ കടിയൊക്കെ തിന്നോനാ. രാത്രി പെണ്ണുങ്ങളോട് അവറ്റും ദേഷ്യം പിടിച്ചിട്ട്, ഭാര്യനോട് ദേഷ്യം പിടിച്ച് ഭക്ഷണം കഴിക്കാണ്ട് കിടന്നാല് പാതിരാക്ക് 10 തൊട്ട് ഉറക്ക് തെളിയും. ഉറക്ക് കിട്ടേയില്ല. വിശന്നാല് വയറ്റിന് അടുക്കളയിൽ തപ്പി നോക്കും. എന്താ ഭക്ഷണം കഴിക്കാണ്ട് ഉറക്ക് റെഡിയാവൂല. കണ്ടോ നിങ്ങൾ, ശരീരം ആവശ്യപ്പെടുകയാണ് ഭക്ഷണത്തിന്. ഞാൻ നിങ്ങളോട് പറയട്ടെ ചെറുപ്പക്കാരെ, രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേ നമുക്കൊരു അസ്വാരസ്യം തോന്നുന്നില്ലേ എന്നാ സുബഹിക്ക് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ, സുബഹിക്ക് എഴുന്നേൽക്കാത്ത കൂട്ടുകാരാ, പള്ളിയിൽ നിന്ന് വിളിച്ചിട്ടും സുബഹിക്ക് എഴുന്നേറ്റിട്ട് നിസ്കരിക്കാത്ത ഉമ്മമാരെ, നമ്മുടെ ആത്മാവ് കരയുന്നുണ്ട് കേട്ടോ. തടി ഭക്ഷണമില്ലാതെ സങ്കടം പറയുമ്പോ നമ്മൾ ഉടനെ തന്നെ വണ്ടി നിർത്തിയിട്ട് ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിക്കുന്നില്ലേ? എന്തേ പള്ളിയിൽ നിന്ന് വാങ്ങി കേട്ടിട്ട് ആ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് അടുത്ത പള്ളിയിൽ നിന്നൊന്ന് നിസ്കരിച്ചുകൂടാ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന, ആത്മാവിന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. ളുഹായിന്റെ സമയത്ത് എന്തൊരു സന്തോഷമാണ്. നാസ്ത കഴിക്കുന്ന സമയത്ത് ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ 360 കെണിപ്പുകൾക്കുള്ള ശുക്റായിട്ട് നന്ദിയായിട്ട് പടച്ചുറപ്പിന് നിസ്കരിക്കണമെന്ന് ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തി. നിനക്ക് സമ്പത്തുണ്ടാകാനും നിനക്ക് സമൃദ്ധി ഉണ്ടാകാനും ഐശ്വര്യം ഉണ്ടാകാനും അല്ലാഹുമ്മ ഇന്നല്ലാഹ അദ്ഹാഉക വൽ ബഹാഅ ബഹാഉക വൽ ജമാല ജമാലുക വൽ ഖുദ്റത ഖുദ്റതുക വൽ ഇസ്മത ഇസ്മതുക അല്ലാഹുമ്മ ഇൻ കാന റിസ്ഖി ഫിസ് സമാഇ ഫഅൻസിൽഹു വ ഇൻ കാന ഫിൽ അർദി ഫഅഖ്രിജ്ഹു വ ഇൻ കാന മുഅസ്സിറൻ ഫയസ്സിർഹു വ ഇൻ കാന ബഈദൻ ഫഖർരിബ്ഹു വ ഇൻ കാന ഹറാമൻ ഫതഹിർഹു ബിഹഖി ദുഹായിക വ ജമാലിക വ അത്നി മാ തൈത ഇബാദക സ്വാലിഹീൻ. ദുആഇന്റെ ദുആ, അല്ലാഹുവേ ഭക്ഷണം വിശാലമാകാൻ എന്തേ നിനക്കൊരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദ്വാരന്നുകൂടാ? എന്റെ ആത്മാവ് കരയുന്നുണ്ട് കേട്ടോ. പള്ളിയിൽ നിന്ന് ളുഹർ വാങ്ങി കൊടുക്കുകയാണ്, നീ ക്യാരം ബോർഡ് ചുട്ടുകയാണ്. പള്ളിയിൽ നിന്ന് ളുഹർ കൊടുക്കുകയാണ്, നീ ക്രിക്കറ്റ് കളിക്കുകയാണ്. നിന്റെ ശരീരം സന്തോഷിക്കുമ്പോ നിന്റെ ആത്മാവ് ഏങ്ങലടിക്കുന്നു കൂട്ടുകാരാ. അസ്ർ നിസ്കാരത്തിന്റെ സമയത്ത് നിനക്ക് ചായ കിട്ടിയില്ലെങ്കിൽ തടിതനോട് പരാതി പറയുന്നു, നീ ചായ കുടിക്കുന്നു. പള്ളിയിലേക്ക് പോകാതിരിക്കുമ്പോ നിന്റെ ആത്മാവിന്റെ വിതുമ്പലെത്ര, നിന്റെ ആത്മാവിന്റെ സങ്കടമെത്ര. മഗ്‌രിബിന്റെ സമയത്ത് ആളുകളതാ ഹൈന്ദവ സുഹൃത്തുക്കളെ ചന്ദനത്തിരി കത്തിച്ചിട്ട് രാമനാമം ജപിക്കുന്നു. എല്ലാവരും ആ സമയത്തെ ആദരിക്കുന്നു. നീ പള്ളിയിൽ പോകുന്ന ബാപ്പയോട് പറയും, ഉപ്പ നടന്നോ, ഞങ്ങൾക്കൊരു 10 ഓവറും കൂടെ ബാക്കിയുണ്ട്. മഗ്‌രിബിന്റെ സമയത്ത് ബാങ്ക് കൊടുക്കും ഗ്രൗണ്ടിൽ നിന്ന് 10 ഓവർ ക്രിക്കറ്റ് കളിക്കുന്ന ചെറുപ്പക്കാരാ, നീ നിന്റെ ആത്മാവിനെ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇശാ നിസ്കരിക്കാതെ നീ കിടന്നുറങ്ങുമ്പോ നീ അറിയുന്നുണ്ടോ ചെറുപ്പക്കാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ നിഅമത്താണ് ഉറക്ക്. ആ ഉറക്കിലേക്ക് നീ പോകുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നിട്ട് വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചവന്റെ മുമ്പിൽ പ്രതിജ്ഞയൊന്ന് പുതുക്കിയിട്ട് വളരെ പാവപ്പെട്ട അടിമയാണല്ലോ, ഒന്ന് കബൂലാക്കണമെന്ന് ചിന്തിച്ച് കരഞ്ഞുകൊണ്ട് നിന്റെ പരിശുദ്ധമായ നിന്റെ ആത്മാവിനൊന്ന് പരിശുദ്ധമാക്കാൻ നിനക്ക് എന്തേ കഴിയാതെ പോകുന്നത്? ഇശാ നിസ്കരിച്ചാതെ കിടന്നുറങ്ങിയ നിന്റെ ആത്മാവ് കരയുകയാണ്. സുഹൃത്തുക്കളെ, ആ നിലക്ക് നമ്മുടെ ശരീരത്തിന് ഭക്ഷണം കൊടുക്കാൻ, നമ്മുടെ ശരീരത്തെ ഒന്ന് സംസ്കരിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ആർക്കാണ് കഴിയുക? അവനാണ് വിജയിക്കുന്നവൻ, അവനാണ് മുത്തഖീങ്ങൾ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. തഖ്വയുള്ളവർ. ഏതാണ് തഖ്വ? ഇംതിസാലു അവ്വാമിരില്ലാഹി വജ്തനാബു നവാഹി. അല്ലാഹുവിന്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ കൊണ്ടുവരിക, അല്ലാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞതൊക്കെ ഒഴിവാക്കുക. തഖ്വ അത് ഹൃദയത്തിലാണ്. തഖ്വ ഹാഹുനാ, തഖ്വ ഇവിടെയാണ്. അപ്പൊ ഈ തഖ്വ കൊണ്ട് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, നമ്മുടെ മനസ്സിന്, നമ്മുടെ റൂഹിന്, ആത്മാവിന് പവർ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ. അതിനാണ് ഉറൂസുകൾ, അതിനാണ് ദീനിന്റെ മജ്‌ലിസുകൾ, അതിനാണ് പ്രവർത്തനങ്ങൾ. ആ നിലക്ക് ചിന്തിക്കുകയും ജീവിക്കുകയും ആദരിക്കുകയും ചെയ്ത ആളുകളാണ് മഹാന്മാരായ മുൻഗാമികൾ. അവരെ ഉറൂസിന്റെ വാദനെത്തിയ ഉമ്മമാരോട്, ചെറുപ്പക്കാരോട്, സുഹൃത്തുക്കളോട്, കൂട്ടുകാരോട് ഞാൻ പറയട്ടെ, അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്തിനെ അറിഞ്ഞിട്ട് നമ്മുടെ ആത്മാവ് സന്തോഷിക്കുന്ന പ്രവർത്തനങ്ങളെ നടത്താവൂ. മോനെ,
ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്ഭുതം വിവരിക്കുന്നു. ഉഖൈൽ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഹബീബായ തങ്ങളുടെ 3 അത്ഭുതങ്ങൾ കണ്ടു എന്ന് പറയുന്നു. ഒന്ന് പ്രധാനപ്പെട്ട ഒരു അത്ഭുതം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞാൻ പോകുമ്പോ ഹബീബായ തങ്ങൾക്ക് ഖളാഉൽ ഹാജത്തിന് മറയാവശ്യമായി വന്നപ്പോ ഒരു മരത്തെ ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോ മരം അതിന്റെ വേരോടുകൂടി പിഴുതു വന്നു. സഅത്തിശ്ശജറു നതഖൽ ഹജറു ശഖൽ ഖമറു ബിഇശാറതിഹി. ഹബീബായ തങ്ങളുടെ ബഹുമാനമാണ്. രണ്ടാമത്തെ ബഹുമാനത്തെ പറ്റി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനത്തെ പറ്റി പറയുന്ന അത്ഭുതം പറയുന്നത്, ഞാൻ ഇങ്ങനെ നടന്നു പോകുന്ന റസൂലുള്ളാഹിന്റെ കൂടെ അവിടെ അതാ കുറെ ആളുകൾ കൂടി ഒരു കുഴപ്പം പോലെ, ഒരു കലാട്ട പോലെ, ഒരു സംഘർഷം പോലെ ഒരു സ്ഥലത്ത് ഹബീബായ തങ്ങളുടെ കൂടെ ഞാനും അങ്ങ് നടന്നു പോകുമ്പോ ഒരു വലിയ ഒട്ടകത്തെ ആളുകൾ കൂടി അറുക്കാൻ ശ്രമിക്കുകയാണ്. ഒട്ടകം ഹബീബായ തങ്ങളെ കണ്ടപ്പോ കുതറിയിട്ട് വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഒട്ടകക്കാരനോട് മുത്തുനബി വിഷയം ചോദിക്കുമ്പോ ഒട്ടകക്കാരൻ പറയുന്ന, നബിയേ, ഞാൻ വളരെയേറെ വില കൊടുത്തിട്ട് വാങ്ങിയ ഒട്ടകമാണ് നബിയേ, പണിയെടുക്കുന്നില്ല. ഇതിനെ അറുക്കാൻ വേണ്ടി നോക്കും, അതിനെ സംബന്ധിക്കുന്നതിന് മാനസികമാണെന്നാ തോന്നുന്നത്. അറുക്കാൻ ശ്രമിക്കുകയാണ്, കുതറുകയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ലല്ലോ റഹ്മത്തുൽ ആലമീൻ, സയ്യിദുൽ ആശിഖീൻ, ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ ഒട്ടകത്തോട് വിഷയം ചോദിക്കുമ്പോ കാരുണ്യത്തിന്റെ കടലായ മുത്തുനബിയോട് ഒട്ടകം സംസാരിക്കുന്നു. യാ റസൂലല്ലാഹ്, ഇയാള് പറഞ്ഞത് പകുതി ശരിയും പകുതി കളവുമാണ് നബിയെ. നല്ല വില കൊടുത്തിട്ട് വാങ്ങി എന്നത് ശരിയാണ്, പണിയെടുക്കുന്നില്ല എന്നുള്ളത് കളവാണ്. ഇയാള് പറയുന്നു, ഈ രാത്രി ഒട്ടകം ഞങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, രാത്രി ആലയം ഒച്ച ഉണ്ടാക്കുകയാണ്, അർക്കാൻ നോക്കുമ്പോൾ വിടുന്നില്ല. ഇതാണ് ഇയാളുടെ പരാതി. നബിയെ, ഉറങ്ങാൻ ഞാൻ സമ്മതിക്കാറില്ല, ഞാൻ ഒച്ച ഉണ്ടാക്കാറുണ്ട്. അതിനവര് പറഞ്ഞത് ഞാൻ സുഖമില്ലാത്തതുകൊണ്ട് ഒച്ച ഉണ്ടാക്കുകയാണ്. അല്ല നബിയെ, എന്റെ മുതലാളിമാർ അവര് ഇശാ നിസ്കരിക്കാതെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഭാര്യയും മക്കളൊക്കെ ഇശാ നിസ്കരിക്കാതെ ഉറങ്ങുന്നു നബിയേ. ഇശാ നിസ്കരിക്കാതെ ഉറങ്ങുന്നവരുടെ മേൽ അള്ളാന്റെ ശിക്ഷയും ശാപവും ഇറങ്ങൂല നബിയെ. അവര് രക്ഷപ്പെടാനാണ് ഞാൻ എന്റെ ഭാഷയിൽ ശബ്ദിച്ചത്. അതവർക്ക് മനസ്സിലാകാത്തതിന് എനിക്ക് സുഖമില്ല എന്നിട്ട് അർക്കാൻ വരികയാണ് നബിയേ.